നമസ്കാരം. ഷിയാസെ പണി വരുന്നുണ്ടവറാച്ച. നിങ്ങൾ മാറിക്ക, നിങ്ങളെല്ലാം മാറിക്ക. ഓക്കെ, എടുക്ക എടുക്കും എടുക്ക എടുക്കുന്നേ ആ പറയുമ്പോൾ എടുക്കുന്ന അറിയില്ല കോതമംഗലത്ത് ഉദ്യോഗസ്ഥനോട് കാണിച്ച നെറികെട്ട വാചകം, അവഹേളിച്ച പരാമർശം ഇന്നിപ്പോ കോടതിയിൽ നിന്ന് ആ പട്ടി ഷോയ്ക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ജാമ്യം കിട്ടി അവിടെ കൊണ്ട് അവസാനിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസുകാർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ആ വീരസാഹസിക പുത്രൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ മുണ്ടും പൊക്കി ഓടുന്നതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതാണ് യഥാർത്ഥ കോൺഗ്രസുകാർ. ആൾക്കൂട്ടത്തിന്റെയും ക്യാമറയുടെയും മുന്നിൽ വലിയ ഷോ കാണിക്കും. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബോധ്യപ്പെട്ടതാണ്. കാര്യം ആ കോതമംഗലത്ത് ഹോസ്പിറ്റലിൽ ആന ചവിട്ടിയ ഒരു വയോധികയുടെ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ടുപോയി വലിയ ഷോയൊക്കെ കാണിച്ച് അതിന്റെ പേരിൽ ഡിവൈഎസ്പിയെ പരസ്യമായി അധിക്ഷേപിച്ചു. ആ അധിക്ഷേപിച്ചതിനാണ് രാത്രി ബാത്റൂമിനകത്ത് കക്കൂസിനകത്ത് പോയി ഒളിച്ചിരുന്ന മുഹമ്മദ് ഷിയാസിനെ പൊക്കിക്കൊണ്ടുപോയത്. ആ കേസിൽ ജാമ്യം അനുവദിച്ചതിന് ശേഷം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് മുണ്ടും പൊക്കി ഓടുന്ന ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത് മൊത്തത്തിൽ കണ്ടോളൂ. ആ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ കുഴലൻ ചെന്ന് ഇടപെട്ടു. കുഴലിനോട് മുഖത്ത് നോക്കി ഡിവൈഎസ്പി പറഞ്ഞ വാചകമുണ്ട്, നിന്നെ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. ചുമ്മാ ആർക്കെ പിടിക്കുന്നു നോക്കട്ടെ. നീ അങ്ങോട്ട് പോണേ. അല്ല പിടിക്കാൻ പറ്റുന്ന പിടിക്കട്ടെ. എടുക്കാൻ നോക്ക, എടുക്കണോ? കൊണ്ടുപോയിരിക്കും. നിങ്ങൾ നീ ഇവിടെ നിൽക്ക, നിങ്ങൾ മാറ, നിങ്ങൾ മാറ. ആ എടുക്ക 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 നിങ്ങൾ മാറിക്ക, നിങ്ങളെല്ലാം മാറിക്ക. എല്ലാവരും പോ, പ്രവർത്തകരെല്ലാം മാറ്. അവൻ ഒറ്റയ്ക്ക് കിട്ടും അവിടെ. നിങ്ങൾ മാറിക്ക, നിങ്ങളെല്ലാം മാറിക്ക. ഓക്കെ, എടുക്ക എടുക്ക എടുക്കുന്നേ ആ പറയുമ്പോൾ എടുക്കുന്ന അറിയില്ല ആ ഡിവൈഎസ്പിക്ക് ഇരിക്കട്ടെ ദേ ഈ ബിഗ് സല്യൂട്ട്. ഇത്തരം ഊളത്തരം കാണിക്കുന്നവരെ ഇങ്ങനെ തന്നെയാണ് അമർച്ച ചെയ്യേണ്ടത്. പോലീസിന്റെ തോളിൽ കയറി ഹീറോയായി കളയാം, അങ്ങനെ 10 പോയിന്റ് സ്കോർ ചെയ്ത് കളയാം, മാപ്രകൾക്ക് മുന്നിൽ എന്തോ വലിയ ഹീറോ പരിവേഷം സൃഷ്ടിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാർക്ക് എന്താണ് നിയമം കയ്യിലെടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു മുഹമ്മദ് ഷിയാസിനെ അരിയിട്ട് വാഴിക്കേണ്ട കാര്യമൊന്നുമില്ല. തോന്നിവാസവും തെമ്മാടിത്തവും കാണിച്ചാൽ ആരായിരുന്നാലും നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടണം. വ്യക്തിയെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അധിക്ഷേപിക്കുകയാണ്, തെണ്ടി ശമ്പളം കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇവൻ ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഇയാൾക്ക് ആരാണ് ഇതിനുള്ള അവകാശം കൊടുത്തത്? ഒരു DCC പ്രസിഡന്റ് ആണ്. ഇങ്ങനെ സതീശനെ കണ്ടുകൊണ്ട് എന്ത് തോന്നിയാസവും തെമ്മാടിത്തവും പബ്ലിക്കിനും പോലീസിനെയൊക്കെ വിളിച്ചു പറയാമെന്ന് ഇയാളെ ആരാ പഠിപ്പിച്ചത്? ഇങ്ങനെ കാണിച്ചാലേ ലീഡർ ആവുമെന്ന് ആരാ ഇയാളെ പറഞ്ഞ് ട്യൂഷൻ എടുത്തു കൊടുത്തിരിക്കുന്നത്? സതീശനാണോ? സതീശൻ ഒന്നും ജയിലിൽ കിടക്കാൻ പോകുന്നില്ല. വരും ദിവസങ്ങളിൽ ഉണ്ട തിന്നാനും വച്ചടത്താനും ഷിയാസ് മാത്രമേ കാണത്തുള്ളൂ. ഒപ്പം കുഴലിനും കൂടെ ചേരേണ്ടി വരും. തിരിച്ചൊന്ന് കടുപ്പിച്ചപ്പോ കുഴലിന്റെ മുഴുവൻ ഗ്യാസും ഒരു പിന്നു വെച്ച് കുത്തി കണക്ക് പുറത്തേക്ക് പോകുന്നു. പിടി എന്ന് പറഞ്ഞപ്പോ പൊക്കിയിരിക്കും, അത് താൻ പറഞ്ഞു തരണ്ട, തന്റെ വാചകങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല എന്ന് മറുപടി കൊടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ചീട്ട് കീറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. കുഴലനും ഒപ്പം മുഹമ്മദ് ഷിയാസിന് ഇത്രയും പിന്തുണ കൊടുത്തവർ ഒരു കാര്യം ചെയ്തു, മനസമാധാനമായിട്ട് കിടന്നുറങ്ങില്ല. അങ്ങനെ ഉറങ്ങിയാൽ ചിലപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് എറണാകുളം സെൻട്രൽ ജയിലായിരിക്കും. അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്ക്സും പിന്നെ ടിക്കറ്റ് എല്ലാം റെഡിയായിരിപ്പുണ്ടെന്നാണ് ആ പ്രതികരണം കൃത്യമായി തെളിയിക്കുന്നത്.